Hi dear friends, welcome back to my channel Amazing Secrets of Beauty. ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ചേനത്തണ്ട് കൊണ്ട് ഒരു അടിപൊളി തീയലാണ്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനു വേണ്ടി ചെറിയ ഉള്ളി വേണം, തക്കാളി വേണം, ചേനത്തണ്ട് വേണം, കറിവേപ്പില, പച്ചമുളക്. തേങ്ങ വറുത്ത് വെച്ചേക്കുവാണ്. തേങ്ങ ഇതിൽ വറുക്കാൻ വേണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ തേങ്ങ എടുത്തു, ചെറിയ ഉള്ളി, ജീരകം, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് വറുത്ത ശേഷം തീ ഓഫ് ചെയ്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് വറുത്ത് വെക്കുക. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം വെക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി വന്ന ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവാൻ വേണ്ടി വെക്കുക. അരപ്പ് ഞാൻ അരച്ച് വെച്ചേക്കുവാണ്. ഇനി അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തീയൽ ഏകദേശം തയ്യാറായി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നല്ല തിളച്ച് കുറുകുന്ന വരെ നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തീയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ചേനത്തണ്ട് തീയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.